ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വിശേഷമാണ് പറയുന്നത്. നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുന്നു. നാളെ നമ്മുടെ സ്വാമിക്ക് മഹാകുംഭാഭിഷേകമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മഹാകുംഭാഭിഷേകം 2025 ജൂൺ മാസം 8-ാം തീയതി. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? 292 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു മഹത്തായ ചടങ്ങാണ് ഇത്. ഈ മനുഷ്യായുസ്സിൽ ഇനി നമുക്ക് ഇങ്ങനെയൊരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കില്ല. ഈ സമയത്ത് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഭഗവാന് നാളെ താഴിക കുട സമർപ്പണമുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ചടങ്ങുകൾ കുറച്ച് ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കലശങ്ങളൊക്കെ ആടിക്കൊണ്ടിരിക്കുന്നു. നാളെയാണ് ആ പ്രധാനപ്പെട്ട ചടങ്ങ്. നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ, ഇപ്പോൾ ഗുരുവായൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ വലിയ തിരക്കായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? കൊടിമരം കണ്ടു തൊഴുതാലും മതി. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ലെങ്കിലും കൊടിമരത്തിന് അത്രയും പ്രാധാന്യമുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ താഴിക കുടവും. താഴികക്കുടം കണ്ടു തൊഴുതാലും മതി, അവിടെയും ഈശ്വര ചൈതന്യമുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ആ താഴികക്കുടത്തിൻ്റെ സമർപ്പണമാണ് നാളെ നടക്കുന്നത്. 3 താഴികക്കുടങ്ങളാണ് നാളെ അവിടെ പ്രതിഷ്ഠിക്കുന്നത്. ഈ 3 താഴികക്കുടങ്ങളിലും 25 കിലോ വീതം ഞവരനെല്ല് സൂക്ഷിക്കുന്നുണ്ട് ഈ താഴികക്കുടത്തിൻ്റെ അകത്ത്. ഈ ഞവരനെല്ല് പ്രത്യേകമായി കൃഷി ചെയ്തെടുത്തതാണ്. തിരുനെൽവേലിയിലെ മീനാക്ഷിപുരത്ത് ഭഗവാനു വേണ്ടി പ്രത്യേകം കൃഷി ചെയ്തെടുത്ത ഞവരനെല്ലാണ് താഴികക്കുടത്തിൽ സൂക്ഷിക്കുന്നത്. ഇതിന് പറയുന്ന ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് എന്ന് ചോദിച്ചാൽ, പഴയ കാലത്ത് രാജാക്കന്മാർ അങ്ങനെ ചെയ്തിരുന്നത്, ഇനി എന്നെങ്കിലും നമ്മുടെ രാജ്യത്ത് ഒരു വരൾച്ച അല്ലെങ്കിൽ ഒരു ക്ഷാമം ഉണ്ടാവുകയാണെങ്കിൽ അത്യാവശ്യം വിതയ്ക്കാനുള്ള വിത്ത് എങ്കിലും വേണം. അതിനു വേണ്ടിയിട്ട് പണ്ട് രാജാക്കന്മാർ അങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. കാരണം തിരുവിതാംകൂറിലെ രാജാക്കന്മാർ പ്രജാക്ഷേമ തൽപരരായിരുന്നു. തങ്ങളുടെ രാജ്യത്തിൽ ഒരു കാരണവശാലും ക്ഷാമം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ച രാജാക്കന്മാരായിരുന്നു തിരുവിതാംകൂറിൽ ഭരിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിനുള്ളിൽ സമ്പത്തുകളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നത്. എന്തെങ്കിലും ഒരു കാരണവശാൽ രാജ്യത്തിന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എടുത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ പണം അവിടെ നിന്നും എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പലിശ സഹിതം അന്നത്തെ രാജാക്കന്മാർ തിരിച്ചു വെക്കുകയും ചെയ്തിരുന്നു. അത് ദേവൻ്റെ സ്വത്താണ്. അതല്ലാതെ അതെടുത്തോണ്ട് പോയി തോന്നിയവാസം കാണിക്കാനുള്ള സ്വത്തല്ല. 10 പൊൻപണം അതിനകത്തുനിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ആ 10 പൊൻപണവും അതിൻ്റെ പലിശയും തിരിച്ച് അന്നത്തെ രാജാക്കന്മാർ ഭഗവാന് കൊടുത്തിരുന്നു. അതല്ലാതെ ഇതെൻ്റെ സ്വത്താണ്, എനിക്ക് ആവശ്യമുള്ളപ്പം എടുക്കാം, എൻ്റെ ആവശ്യത്തിന് ചിലവാക്കാം, ഞാൻ സമ്പാദിച്ചതല്ലേ, അല്ലെങ്കിൽ എനിക്ക് എവിടെ നിന്നെങ്കിലും ഗിഫ്റ്റ് കിട്ടിയതല്ലേ, ഇങ്ങനെയുള്ള യാതൊരു ചിന്തകളും അന്നത്തെ രാജാക്കന്മാർക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും ആ സ്വത്തുക്കൾ അവിടെ ഇരിക്കുന്നത്. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അന്ന് ചിത്തിര തിരുനാളാണ് രാജ്യം ഭരിക്കുന്നത്. അന്ന് തിരുവിതാംകൂർ എന്ന രാജ്യം ഭാരതത്തിനോട് ലയിച്ചപ്പോൾ ശ്രീ ചിത്തിര തിരുനാളിന് വേണമെങ്കിൽ അതിനകത്തുള്ള ആഭരണങ്ങൾ എടുക്കാമായിരുന്നു. ആരും ചോദിക്കില്ല, ആർക്കും അറിയത്തുമില്ലായിരുന്നു. കേസും വഴക്കുമൊക്കെ വന്നപ്പോഴാണ്
പലരും അറിഞ്ഞത് ഇതിനകത്ത് ഇത്രയും വലിയ നിധി ശേഖരമുണ്ടെന്ന്. അന്ന് വേണമെങ്കിൽ രാജകുടുംബത്തിന് അതെടുത്തോണ്ട് പോകാമായിരുന്നു, അതിനകത്തുനിന്നും കുറേയെങ്കിലും എടുത്തുകൊണ്ട് പോകാമായിരുന്നു. അവർ ചെയ്തില്ല. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളായിരുന്നെങ്കിലോ? ഇതെല്ലാം ഒരു കാലത്ത് എൻ്റെ കയ്യിൽ നിന്നും പോകും എന്ന് രാജാവിന് അറിയാമായിരുന്നില്ലേ? രാജ്യം പോയില്ലേ? നാളെ ചിലപ്പോൾ അമ്പലവും പോകാം എന്ന് രാജാവിന് ചിന്തിച്ചുകൊണ്ട് രാജാവ് അപ്രകാരം ചെയ്തിരുന്നെങ്കിലോ? തമ്പുരാൻ അങ്ങനെ ചെയ്തോ? ഇല്ല. അതാണ് ആ കുടുംബത്തിലെ രാജാക്കന്മാരുടെ മഹത്വം. ഇന്ന് പലരും ചോദിക്കും, എവിടുത്തെ രാജാവ്, ആരുടെ രാജാവ്, ഇങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷേ തിരുവിതാംകൂറുകാർക്ക് ഞങ്ങളുടെ പൊന്നു തമ്പുരാനാണ്. ഇന്ന് തിരുവനന്തപുരത്ത് കാണുന്ന സെക്രട്ടേറിയറ്റ്, യൂണിവേഴ്സിറ്റി, ഹോസ്പിറ്റലുകൾ എല്ലാം രാജാവിൻ്റെ സംഭാവനകളാണ്. രാജാവ് പണിഞ്ഞതേ ഉള്ളൂ ഇന്നും തിരുവനന്തപുരത്ത്. പുതുതായിട്ട് എന്തെങ്കിലും മാള് വന്ന് കാണും, അതല്ലാതെ വേറൊന്നുമില്ല. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കുലദേവതയാണ് ശ്രീ പത്മനാഭൻ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും തിരുവിതാംകൂർ രാജവംശവും തമ്മിലുള്ള ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ദിവാകര മുനി എന്ന് പറഞ്ഞ ഒരു ശ്രേഷ്ഠനായ മുനിയുണ്ടായിരുന്നു. ആ മുനിക്ക് അനന്തംകാട്ടിൽ വെച്ച് ദർശനം നൽകിയ അനന്ത പത്മനാഭന് ക്ഷേത്രം പണിതു കൊടുത്തത് അന്നത്തെ ചേര രാജാവായിരുന്നു. അന്ന് തുടങ്ങിയതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായുള്ള ഈ രാജകുടുംബത്തിൻ്റെ ബന്ധം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ആനർത്തം എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ദിവാകര മുനിയുടെ മുമ്പിൽ ഒരു ദിവസം മഹാവിഷ്ണു ഒരു ബാലൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ബാലനെ കണ്ടപ്പോൾ മുനിക്ക് വളരെ ഇഷ്ടമായി. കാരണം ആ ബാലൻ്റെ മുഖത്ത് ഒരു ദിവ്യത്വം കാണപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ ബാലനെ മുനി തൻ്റെ കൂടെ കൂട്ടി. ഉടനെ ഈ ബാലൻ മുനിയോട് പറയുകയാണ്, എന്നോട് ദേഷ്യപ്പെടരുത്, ദേഷ്യപ്പെട്ടാൽ ഞാൻ ഓടിപ്പോകും. ഇങ്ങനെയുള്ള ഈ ബാലൻ്റെ കുസൃതി നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ മുനി ചിരിച്ചു. നീ കുഞ്ഞാണ്, കുസൃതി കാണിക്കും, എങ്കിലും ഞാൻ ദേഷ്യപ്പെടില്ല. ഇങ്ങനെ ദിവാകര മുനി പറഞ്ഞു. ഭഗവാനല്ലേ, നിരവധി ലീലകൾ അവതരിപ്പിച്ചുകൊണ്ട് ദിവാകര മുനിയെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ദിവാകര മുനി ദേഷ്യപ്പെട്ടില്ല. ഒരു ദിവസം പൂജാതി കർമ്മങ്ങളിൽ മുഴുകിയിരുന്ന മുനിയുടെ സമീപം ഓടിയെത്തിയ ആ കുഞ്ഞ് പെട്ടെന്നു തന്നെ മുനി പൂജിച്ചുകൊണ്ടിരുന്ന സാളഗ്രാമത്തിൽ ഒരെണ്ണമെടുത്ത് വായിലിട്ടു. അത് കണ്ടപ്പോൾ സ്വാഭാവികമായും ദിവാകര മുനിക്ക് ദേഷ്യം വന്നു. അങ്ങനെ ദിവാകര മുനി എന്തു ചെയ്തു? പുറം കൈകൊണ്ട് ബാലനെ തട്ടിമാറ്റി. മാത്രമല്ല ഇവിടുന്ന് പൊയ്ക്കൊള്ളുവാൻ പറയുകയും ചെയ്തു. ഉടൻ തന്നെ ബാലൻ അപ്രത്യക്ഷനായി. ഉടനെ ഒരു അശരീരി കേൾക്കുകയാണ്. എന്താണ് ആ അശരീരി? 100 ജന്മം കൊണ്ട് ആർജിച്ച പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഗോചരനായത്. എന്നോട് അനിഷ്ടം തോന്നിയതിനാൽ ഞാൻ അനന്തൻ കാട്ടിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് ആ അശരീരി. പെട്ടെന്ന് ദിവാകര മുനിക്ക് തെറ്റ് മനസ്സിലായി. എൻ്റെ കൃഷ്ണ, താൻ എന്തൊക്കെ ദുരിതങ്ങളാണ് വരുത്തി വെച്ചത്, എന്തൊക്കെ തീരാ നഷ്ടങ്ങളാണ് എനിക്കുണ്ടായത് എന്ന് പറഞ്ഞ് മുനി വിലപിച്ചു. അനന്തം കാട്ടിലേക്കാണല്ലോ പോയത്, അന്വേഷിക്കാം. അങ്ങനെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയ ആ ബാലനെ തേടി, ഭഗവാനെ തേടി ദിവാകര മുനി അനന്തങ്കാട് എവിടെയാണ് എന്ന് അന്വേഷിച്ച് നടന്നു. മനസ്സു നിറയെ ദുഃഖം. മഹാവിഷ്ണുവിനെ ദർശിക്കണം എന്ന ഏക ലക്ഷ്യം മാത്രം. അങ്ങനെ
മുനി നടന്ന് നടന്ന് എവിടെയോ എത്തിച്ചേർന്നു. അപ്പോൾ ദിവാകര മുനി അവിടെ ഒരു കുടിൽ കാണുകയാണ്. ആ ചെറ്റക്കുടിലിൽ നിന്നും ഒരു സ്ത്രീയുടെ ശബ്ദമാണ് ദിവാകര മുനി കേൾക്കുന്നത്. ആ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ വഴക്കു പറയുകയാണ്. കുഞ്ഞ് ശാഠ്യം പിടിക്കുന്നു. അപ്പോൾ ഒരു പുലയ സ്ത്രീയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. ആ പുലയ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, മതി മതി, ഇനി നീ വഴക്കിട്ടാൽ നിന്നെ ഞാൻ അനന്തൻ കാട്ടിൽ കൊണ്ടുചെന്ന് വിടും. ഇങ്ങനെയാണ് ആ സ്ത്രീ പറയുന്നത്. ഉടനെ ഈ അനന്തൻകാട് എന്ന ആ ശബ്ദം, ആ വാക്ക് ദിവാകര മുനി കേട്ടു. ദിവാകര മുനിക്ക് വലിയ സന്തോഷമായി. കാരണം അനന്തൻകാട് തപ്പിയിറങ്ങിയതാണ്, അറിയില്ല എവിടെയാണെന്ന്. ഉടനെ തന്നെ ആ സ്ത്രീയുടെ അടുത്ത് ചെന്നിട്ട് ആ സ്ത്രീ ദിവാകര മുനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അനന്തൻകാട് എവിടെയാണെന്ന്. ആ സ്ത്രീയോട് ചോദിക്കുന്നു, എവിടെയാണ് അനന്തൻകാട്? അപ്പോൾ സ്ത്രീ പറഞ്ഞു കൊടുക്കുന്നു, ഇവിടെയാണ് അനന്തൻകാടെന്ന്. അങ്ങനെ ദിവാകര മുനി അനന്തൻകാട്ടിലെത്തിയപ്പോൾ മുനിയെ ഞെട്ടിച്ചുകൊണ്ട് ഭീകരമായ ശബ്ദത്തോടുകൂടി ഒരു ഇലിപ്പമരം വേരോടുകൂടി മറിഞ്ഞു വീണു. 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചതുപോലെയുള്ള പ്രഭാപൂരത്തിൽ ദിവാകര മുനി ഭഗവാനെ ദർശിച്ചു. മത്സ്യതീർത്ഥത്തിൽ ശിരോഭാഗവും ശംഖതീർത്ഥത്തിൽ കൈകളും ധർമാധർമ്മ തീർത്ഥത്തിൽ കാലുകളുമായി ആദിശേഷനിൽ ശയിക്കുന്ന മഹാവിഷ്ണുവിനെ ദിവാകര മുനി കൺകുളിർക്കെ കണ്ടു. വായിൽ മണ്ണു വാരിയിട്ട ശ്രീകൃഷ്ണൻ യശോദയ്ക്ക് പ്രപഞ്ചം മുഴുവനും ദർശനം നൽകിയതുപോലെ വായിൽ സാളഗ്രാമമിട്ട ബാലരൂപനായ ഭഗവാൻ തൻ്റെ വിശ്വരൂപം മുനിയുടെ മുമ്പിൽ ദർശനമാക്കി. ഒരു ഭക്തൻ ഇതിൽ പരം എന്ത് സായുജ്യമാണ് വേണ്ടത്? എങ്കിലും ദിവാകര മുനിക്ക് സങ്കടം തോന്നി. ഭഗവാനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കണം. ഇത്രയും വിശാലമായ രൂപത്തെ എങ്ങനെ വലം വെക്കും? മുനിയുടെ വേദന ഭഗവാൻ മനസ്സിലാക്കി. ഭക്തവത്സലനാണല്ലോ ഭഗവാൻ. നീ എന്നെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും വലിപ്പത്തിൽ ഞാൻ നിനക്ക് ദർശനം നൽകാം എന്ന് ഭഗവാൻ പറയുകയാണ്. ആ അളവിൽ ദർശനം നൽകാം എന്ന് പറയുന്നു. അങ്ങനെ തൻ്റെ യോഗദണ്ഡ് അളവുകോലാക്കി അതിൻ്റെ 3 ഇരട്ടി വലിപ്പത്തിൽ ദർശനം നൽകുവാൻ മുനി ഭഗവാനോട് അഭ്യർത്ഥിച്ചു. മഹാവിഷ്ണു മുനിയുടെ അഭ്യർത്ഥനയ്ക്ക് വഴങ്ങി. ശ്രീ പത്മനാഭൻ 18 അടി നീളത്തിൽ അനന്തശായിയായി ദർശനം നൽകി. അടുത്ത വിഷമം നൈവേദ്യത്തെക്കുറിച്ചാണ്. കയ്യിലൊന്നുമില്ല, എന്തു ചെയ്യും? ഇങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോൾ ചുറ്റും മുനി കണ്ണോടിച്ചു. അപ്പോൾ മാവിൽ പച്ചമാങ്ങകൾ മുനി കണ്ടു. മുനി അത് പറിച്ച് ശ്രീ പത്മനാഭന് ചിരട്ടയിൽ നൈവേദ്യമായി നൽകി. ഈ വിവരം അന്നത്തെ ചേര രാജാവ് അറിഞ്ഞു. അങ്ങനെയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം. ഇന്നും ഉപ്പുമാങ്ങ ക്ഷേത്രത്തിലെ ഒരു പ്രധാന നിവേദ്യമാണ്. പാതി വിടർന്ന മിഴിയും ചെറുപുഞ്ചിരിയുമായി യോഗനിദ്രയിൽ അനന്തനിൽ ശയിക്കുന്ന മഹാവിഷ്ണു അങ്ങനെ പ്രധാന പ്രതിഷ്ഠയായി. കടുശർക്കര യോഗത്തിലാണ് പ്രതിഷ്ഠ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീകോവിലിനുള്ളിൽ ഉള്ള ശ്രീ പത്മനാഭസ്വാമി വിഗ്രഹത്തിന് അഭിഷേകം ഇല്ല. അഭിഷേക വിഗ്രഹം പ്രത്യേകമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത 3 നടകളുള്ള ഗർഭഗൃഹമാണ്. നേപ്പാളിലെ മുക്തിധാമിൽ കൂടി ഒഴുകുന്ന ഗണ്ഡക നദിയിൽ നിന്നു കൊണ്ടുവന്ന 12,008 സാളഗ്രാമങ്ങൾ കടുശർക്കര യോഗത്താൽ ബന്ധിപ്പിച്ചാണ് മൂലപ്രതിഷ്ഠ തീർത്തിരിക്കുന്നത്.
ആദിശേഷനിൽ പള്ളികൊള്ളുന്ന മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ഉയർന്നു പൊങ്ങി വിടർന്ന് താമരയിൽ നാൻമുഖനും, അതായത് ബ്രഹ്മദേവനും, വലതു കൈവിരലുകൾക്കു താഴെ പരമശിവനും സൃഷ്ടി സ്ഥിതി സംഹാരത്തെ അനുസ്മരിപ്പിക്കുന്നു. ഇതാണ് മൂലപ്രതിഷ്ഠ. പഞ്ചഭൂതങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ട് 5 ഭണങ്ങൾ വിടർത്തി ആദിശേഷൻ മഹാവിഷ്ണുവിൻ്റെ ശിരോഭാഗത്ത് കുട നിവർത്തി നിൽക്കുന്നു. കൂടാതെ ശ്രീകോവിലിനുള്ളിൽ മാർക്കണ്ഡേയൻ, അദ്രി, ഭൃഗു, ലക്ഷ്മീദേവി, ഭൂമിദേവി, നാരദൻ, ഗരുഡൻ എന്നിവരും പാർശ്വഭിത്തികളിലും മേൽക്കൂരകളിലും 33 ദൈവങ്ങളുടെ പ്രതിഷ്ഠകളും കാണാം. നാളെ മറ്റൊരു പ്രതിഷ്ഠ കൂടി നടക്കുന്നുണ്ട്. അതെന്താണ്? വിഷക് സേന, വിഷക് സേനയുടെ പ്രതിഷ്ഠ. ഈ വിഷക് സേന ആരാണ്? മഹാവിഷ്ണുവിൻ്റെ സർവസൈന്യാധിപനാണ്, കാവൽക്കാരനും ആണ്. നേരത്തെ ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. ശംഖുചക്ര ഗദാധാരിയായ രൂപമാണ്. വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന പ്രതിഷ്ഠയാണ്. ഈ വിഗ്രഹം കടുശർക്കര യോഗത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വിഗ്രഹത്തിന് അഗ്നിബാധ മൂലം ചില കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അതുകൊണ്ട് പുതുക്കി പണിത് ഇപ്പോൾ പ്രതിഷ്ഠിക്കുന്നതാണ്. പഴയ രൂപം തന്നെയാണ് ഇപ്പോഴും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൂടാതെ തിരുവമ്പാടി കൃഷ്ണന് അഷ്ടബന്ധവും നടക്കുന്നുണ്ട്. അങ്ങനെ വളരെ വിശേഷപ്പെട്ട ചടങ്ങുകളാണ് നാളെ നടക്കുന്നത്. ഏകദേശം രാവിലെ 7:30 മണി മുതൽ 8:40 വരെയാണ് പ്രധാനപ്പെട്ട പൂജകളെല്ലാം തന്നെ നടക്കുന്നത്. അതിനുശേഷം ഭക്തർക്ക് ദർശനവും ഉണ്ടായിരിക്കുന്നതാണ്. വലിയ തിരക്കാണ്. അകത്തേക്കൊന്നും കയറാനായിട്ട് സാധിക്കും എന്ന് തോന്നുന്നില്ല. പുറത്ത് വലിയ സ്ക്രീനുകൾ വെച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. പുറത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ പല ചാനലുകളിലും ചിലപ്പോൾ അത് ലൈവായിട്ട് കൊടുക്കാനുള്ള സാധ്യതയും ഉണ്ട്. പ്രത്യേകിച്ച് ജനം പോലെയുള്ള ചാനലുകളൊക്കെ കൊടുക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. എല്ലാവരും തന്നെ സാധിക്കുമെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആളുകളാണെങ്കിൽ ഒന്ന് ആ മണ്ണിലെങ്കിലും ഒന്ന് പോയി നിന്ന് തൊഴാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം ഭഗവാന്റെ ഭക്തരെല്ലാവരും തന്നെ നാളെ ഏകദേശം രാവിലെ 7:30 മണി മുതൽ 8:40 വരെയുള്ള സമയം വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് ക്ഷേത്രത്തിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. എല്ലാവരും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമം ജപിക്കുക. അതിനും സാധിക്കുന്നില്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിക്കുക. ഞായറാഴ്ചയാണ്, ആർക്കും ജോലിക്കൊന്നും പോകണ്ട. ഏത് അവസ്ഥയിലിരിക്കുകയാണെങ്കിലും കുളിച്ച് ശുദ്ധമായി ഈ സമയം, അതായത് രാവിലെ ഒരു 7 മണി മുതൽ തുടങ്ങിക്കോളൂ. 7 മണി മുതൽ ഒരു 8:40 വരെ, 7:30 ആകും പൂജയെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. എങ്കിലും ഒരു 8:40, 9 മണി വരെ നിങ്ങൾ ആ 2 മണിക്കൂർ സമയമൊന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുക. നിങ്ങൾ ആ മണ്ണിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുക. തീർച്ചയായിട്ടും വലിയ വ്യത്യാസങ്ങളുണ്ടാകും. ഈ ലോകത്തിന് തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത്ര വിശേഷപ്പെട്ട ചടങ്ങാണ്. ഈ മനുഷ്യായുസ്സിൽ നമുക്ക് ഇങ്ങനെയൊരു ചടങ്ങ് കാണാനായിട്ട് സാധിക്കുകയില്ല. ഇന്ന് ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും, അതുപോലെ തന്നെ ആ ചടങ്ങ് ചെയ്യുന്ന ആളുകളും ഇതിനു മുമ്പ് ഇങ്ങനെയൊരു ചടങ്ങ് ചെയ്തിട്ടുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവരുടെ മുൻ ജന്മങ്ങൾ ഏതെങ്കിലും അവർ ചെയ്തിട്ടുണ്ടാകാം. ഇന്ന് അവിടെ പോയി നിൽക്കുന്ന ആളുകളൊക്കെ അവരുടെ മുൻജന്മങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ടാകാം. പക്ഷേ ഈ ജന്മത്തിൽ ചെയ്തിട്ടില്ല. ഇനി ഈ ജന്മത്തിൽ ഇങ്ങനെയൊരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം ഞാൻ ഈ പറഞ്ഞ സമയം, രാവിലെ ഈ സമയം
മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. അനന്ത പത്മനാഭസ്വാമിയെ മനസ്സിൽ ചിന്തിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കുക. നമ്മുടെ ഇഷ്ടം ഏതാണോ നമുക്ക് സാധിക്കുന്നത് അത് ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അതീവ ശക്തി വിശേഷമുള്ള സമയമാണ്. ഒരുപാട് മന്ത്രങ്ങളും നാമങ്ങളും ഒക്കെ മുഴങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ശക്തി വിശേഷം അന്തരീക്ഷത്തിനുണ്ടാകും. ആ സമയത്ത് നമ്മുടെ നാമജപത്തിനും അതീവമായ ഫലസിദ്ധി ഉണ്ടാകും എന്ന് വിശ്വസിക്കുക. ഭഗവാനെ പ്രാർത്ഥിക്കുക. നാളത്തെ ദിവസം മറക്കാതിരിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.